നമസ്കാരം. ട്രേഡിംഗില് വിജയിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നന്നായി തോൽക്കാൻ പഠിക്കുക. കേൾക്കുമ്പോൾ ഒരുമാതിരി വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? വാ, നമുക്ക് ഈ ഒരു ഐഡിയയിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് പോയി നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിയേ, വിജയായ ഒരു ട്രേഡർ അല്ലെങ്കിൽ ഒരു വിന്നിംഗ് ട്രേഡർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു രൂപം എന്തായിരിക്കും? ഒരുപക്ഷേ മാർക്കറ്റിലെ എല്ലാ മൂവ്മെന്റും മുൻകൂട്ടി കാണുന്ന, ഒരു തെറ്റുപോലും പറ്റാത്ത ഏതാണ്ടൊരു സൂപ്പർ ഹ്യൂമൻ പോലെ ഒരാള്, അല്ലേ? അതെ, നമ്മളിൽ പലരുടെയും മനസ്സിലുള്ള ആ ഒരു മിഥ്യാധാരണ ഏകദേശം എങ്ങനെയായിരിക്കും? അവരെപ്പോഴും ശരിയായിരിക്കും, അവർക്ക് ഭാവി പ്രവചിക്കാൻ പറ്റും, ഭയങ്കര ധൈര്യശാലികളായിരിക്കും, വലിയ റിസ്ക് ഒക്കെ എടുക്കും, പിന്നെ അവർക്ക് പൈസ പോവുകയേയില്ല. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വലിയ തെറ്റിദ്ധാരണ മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഈയൊരു തെറ്റായ ചിന്താഗതി തന്നെയാണ് ഒരുപാട് പേരെ പരാജയത്തിലേക്ക് തള്ളിവിടുന്നത്. അപ്പൊ വിജയിക്കാനുള്ള യഥാർത്ഥ രഹസ്യം നമ്മളീ വിചാരിക്കുന്നതൊന്നും അല്ലെങ്കിലോ? അതിലും വളരെ വ്യത്യസ്തമായ, ചിലപ്പോ കേട്ടാൽ വിചിത്രം എന്ന് തോന്നുന്ന ഒന്നാണെങ്കിലോ? അതെ, ഇതാണ് ആ ആശയം. ഇതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട പോയിന്റ്. ഒരു സക്സസ്ഫുൾ ട്രേഡർ ജയിക്കുന്നത് തോൽക്കുന്ന കാര്യത്തിൽ ഒരു എക്സ്പേർട്ട് ആവുന്നതിലൂടെയാണ്. അതായത് അവർ ജയിക്കുന്നത് എപ്പോഴും ലാഭമുണ്ടാക്കുന്നതുകൊണ്ടല്ല, മറിച്ച് വരുന്ന നഷ്ടങ്ങളെ അല്ലെങ്കിൽ തോൽവികളെ എങ്ങനെ ബുദ്ധിപരമായി നേരിടണം എന്ന് പഠിക്കുന്നതുകൊണ്ടാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈയൊരു ആശയം, ഈ പാരഡോക്സ് ഇത്രയും പ്രധാനപ്പെട്ടതാകുന്നത്? കാരണം സിമ്പിളാണ്. ട്രേഡിംഗിലെ യഥാർത്ഥ യുദ്ധം നടക്കുന്നത് മാർക്കറ്റുമായിട്ടല്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരാളുമായിട്ടാണ്. ഈ ശക്തിക്ക് നമുക്കൊരു പേരിടാം: ഗുഹാമനുഷ്യന്റെ തലച്ചോറ് അഥവാ കേവ് മാൻ ബ്രെയിൻ. ഇയാളാണ് യഥാർത്ഥ വില്ലൻ. മാർക്കറ്റ് പെട്ടെന്നൊന്ന് താഴോട്ട് പോകുമ്പോൾ പേടിച്ചെല്ലാം വിൽക്കാൻ പറയുന്നതും, മാർക്കറ്റ് കുതിച്ചു കയറുമ്പോൾ ഇപ്പൊ വാങ്ങണം, എല്ലാം വാങ്ങണം എന്ന് പറഞ്ഞ് അത്യാഗ്രഹം കാണിക്കുന്നതുമൊക്കെ ഈ ഗുഹാമനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഒരു വിജയിയായ ട്രേഡറുടെ പ്രധാന ജോലി തന്റെ ഉള്ളിലിരിക്കുന്ന ഈ മൃഗത്തെ മെരുക്കി നിർത്തലാണ്. ശരി, അപ്പോ ഈ ഗുഹാമനുഷ്യനെ എങ്ങനെയാണ് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക? എങ്ങനെയാണ് തോൽവികളെ ഒരു പോസിറ്റീവ് കാര്യമാക്കി മാറ്റാൻ കഴിയുക? അതിനൊരു വഴിയുണ്ട്. എക്സ്പേർട്സ് ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ഫ്രെയിംവർക്ക്. നമുക്കതെന്താണെന്ന് നോക്കാം. വീണ്ടും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നും. വിജയിക്കുന്നൊരു ട്രേഡർ സ്വയം ഇങ്ങനെ പറയാൻ പരിശീലിക്കും: അതൊരു നല്ല തോൽവിയായിരുന്നു, അഥവാ ദാറ്റ് വാസ് എ ഗുഡ് ലോസ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ തോൽവികളും ഒരുപോലെയല്ല, ചില തോൽവികൾ നല്ലതാണ്. അപ്പോ ഒരു ട്രേഡ് നഷ്ടത്തിലായി എന്ന് കരുതുക. നമ്മളാകെ വിഷമിച്ച് ഇമോഷണലായി ഇരിക്കുന്നതിന് പകരം സ്വയം 2 ചോദ്യങ്ങൾ ചോദിക്കണം. ഈ 2 ചോദ്യങ്ങളാണ് ഒരു നല്ല തോൽവിയെയും ഒരു ചീത്ത തോൽവിയെയും തമ്മിൽ വേർതിരിച്ച് കാണിച്ചു തരുന്നത്. ഈ കാണുന്ന ടേബിൾ നോക്കൂ. ഇതാണ് ആ വിശകലനം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇതൊരു രീതിപരമായ തെറ്റായിരുന്നു? അതായത്, ഞാൻ എന്റെ ട്രേഡിംഗ് പ്ലാൻ അല്ലെങ്കിൽ സ്ട്രാറ്റജി തെറ്റിച്ചോ? ഇതിന് നിങ്ങളുടെ ഉത്തരം ഇല്ല, ഞാൻ എന്റെ സ്ട്രാറ്റജി കൃത്യമായി പാലിച്ചു എന്നാണെങ്കിൽ അത് ഗുഡ് ലോസ് എന്ന കാറ്റഗറിയിൽ വരും. ഇനി രണ്ടാമത്തെ ചോദ്യം: ഇതൊരു മാനസികമായ തെറ്റായിരുന്നു എന്ന് വെച്ചാൽ, പേടി കൊണ്ടോ അത്യാഗ്രഹം കൊണ്ടോ ആണോ ഞാൻ ഈ തീരുമാനമെടുത്തത്? ഇതിനും നിങ്ങളുടെ ഉത്തരമല്ല എന്നാണെങ്കിൽ തീർച്ചയായും അതൊരു നല്ല തോൽവി തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ പാലിക്കുകയും വികാരങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുകയും ചെയ്താൽ ആ നഷ്ടം ഒരു നല്ല നഷ്ടമാണ്. അതിൽ വിഷമിക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പൊ തോൽവികളെ നമ്മളിങ്ങനെ കാണാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായും വിജയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടും മൊത്തത്തിൽ മാറും. അതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് ഒരു ട്രേഡിൽ നിന്ന് നമ്മൾ എത്ര പണം ഉണ്ടാക്കിയെന്നുള്ളതല്ല. യഥാർത്ഥ വിജയം ആ ട്രേഡിന്റെ റിസൾട്ട് എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ പ്ലാൻ, നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങളുടെ റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ഭാഗ്യത്തിന് ഒരു ട്രേഡിൽ ലാഭം കിട്ടിയാൽ അത് ശരിക്കും ഒരു വിജയമല്ല, അതൊരു പരാജയമാണ്. അപ്പോൾ ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഈ ഒരു ചോദ്യമാണ്: നിങ്ങൾ എന്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? നിങ്ങളുടെ പണം മാനേജ് ചെയ്യുന്നതിലാണോ, അതോ അതിനേക്കാൾ എത്രയോ വിലപ്പെട്ട നിങ്ങളുടെ സ്വന്തം മനസ്സിനെ മാനേജ് ചെയ്യുന്നതിലാണോ? ഈ ഒരു ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരം അത് നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിന്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കും. ചിന്തിക്കും.